വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് റിമി ടോമി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഗൗൺ ആണ്. അപ്പം ഇതും ഒരു കസ്റ്റമർ തന്ന ഓർഡർ ആണ്. കസ്റ്റമറിന്റെ റിക്വയർമെന്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്നതായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഗൗൺ ചെയ്യുന്നതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 5 മീറ്റർ സാറ്റിൻ മെറ്റീരിയലും 4.5 മീറ്റർ ക്രേപ്പ് മെറ്റീരിയലും അതുപോലെ തന്നെ 7 മീറ്റർ നെറ്റിൻ്റെ മെറ്റീരിയലുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെറ്റിൻ്റെ മെറ്റീരിയൽ 7 മീറ്റർ യൂസ് ചെയ്യാൻ കാരണം നമുക്ക് വൺ സൈഡ് ഷോൾഡറിൽ നിന്ന് ദുപ്പട്ട വരുന്നത് പോലെ ഒരു എക്സ്റ്റൻഷൻ ബാക്കിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഷോൾ അല്ലെങ്കിൽ നെറ്റിൻ്റെ മെറ്റീരിയൽ ഒരു 7 മീറ്ററോളം പർച്ചേസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാക്ക് പീസാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ലെങ്ത്ത് അനുസരിച്ച് കട്ട് ചെയ്തെടുത്ത ക്ലോത്ത് നെറ്റിൻ്റെയും സാറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ക്രേപ്പ് ലൈനിങ്ങിൻ്റെയും രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് നമ്മൾ ഇട്ടിരിക്കുവാണ്. അതിനുശേഷം നമ്മൾ ആദ്യം ഒരു കോളർ വരുന്നുണ്ട് ഇതിൽ. പക്ഷേ അതൊരു ഇൻബിൽട്ടായിട്ടുള്ള കോളറാണ്. അതായത് എക്സ്ട്രാ അഡീഷണൽ പീസ് വെച്ചിട്ടുള്ള കോളറല്ല, നമ്മുടെ ഷോൾഡറിൽ നിന്ന് എക്സ്റ്റൻഷൻ ആയിട്ട് പോകുന്ന ഒരു കോളറാണ്. അപ്പം ആ കോളറിന് നമ്മളൊരു 3 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്ത ശേഷം 1 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അതായത് ഒരു 1 ഇഞ്ചോളം താഴേക്ക് ഇറക്കിയാണ് നമ്മളിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അപ്പം ഇത് ഒരു 36 ചെസ്റ്റ് സൈസ് വരുന്ന ഒരു ഗൗൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് 7.5 ഇഞ്ചാണ്. അതിനുശേഷം നമ്മൾ ആം ഹോള് ഒരു 6.5 മാർക്ക് ചെയ്യുന്നുണ്ട്. 6.5 മാർക്ക് ചെയ്താലും അവിടെ നമ്മൾ കർവ് ചെയ്യുന്നത് 7ലേക്കാണ് കർവ് ചെയ്യുന്നത്. ആ ഒരു ഷേപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് കോളറും ഷോൾഡറും അതുപോലെ തന്നെ ആം ഹോളും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെസ്റ്റ് സൈസാണ്. അപ്പോൾ 36 ആണ് നമ്മുടെ ചെസ്റ്റ് സൈസ് വരുന്നത്. അപ്പോൾ 36നെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 ആണ്. 9 + ½ ഇഞ്ച് ലൂസും അതുപോലെ തന്നെ 1 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് 10.5 ഇഞ്ചാണ്. പിന്നെ ഇതൊരു ഗൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ മെഷർമെൻറ്റ്സ് ഉള്ളിലേക്കിടാം. സൈസ് ചാർട്ട് അനുസരിച്ച് 36 ചെസ്റ്റ് സൈസ് വരുന്ന ഒരാൾക്ക് വേസ്റ്റ് വരുന്നത് 32 ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ 32 ആണ് വേസ്റ്റിൽ മാർക്ക് ചെയ്യുന്നത്. അത് ഷോൾഡറിൽ നിന്ന് വേണം മാർക്ക് ചെയ്യാൻ. താഴേക്ക് ഒരു 14 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെയാണ് നമ്മൾ വേസ്റ്റ് ലൈന് മാർക്ക് ചെയ്യുന്നത്. അപ്പം 32നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് 8 ഇഞ്ചാണ്. 8 + ½ ഇഞ്ച് ലൂസും 1 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടി നമ്മൾ ഒരു 9.5 മാർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് നേരെ താഴേക്ക് എ ലൈൻ പോലെ മാർക്ക് ചെയ്ത് പോകുവാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിതാ ആ മാർക്കിങ്ങിലൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ സിപ്പേഴ്സ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതിനു വേണ്ടി കോളറിൻ്റെ ആ ഒരു പോർഷനിൽ നിന്ന് സിപ്പ് താഴേക്ക് മാർക്ക് ചെയ്യുവാണ്. സിപ്പറിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെൻറ്റർ കോളറിൽ നിന്ന്, അതായത് സെൻറ്ററിലെ ആ പാർട്ടിൽ നിന്ന് താഴേക്ക് ആ ഒരു മാർക്ക് വരെ കട്ടിങ് കൊടുക്കാം. അത് നമ്മൾ നെറ്റിലും അതുപോലെ തന്നെ സാറ്റിനിലും ക്രേപ്പിലും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ക്ലോത്തുകൾ തമ്മിൽ തെന്നി മാറാതിരിക്കുന്നതിനായിട്ട് ഞാൻ നമ്മുടെ സാറ്റിൻ മെറ്റീരിയലും അതുപോലെ തന്നെ നമ്മുടെ നെറ്റിൻ്റെ മെറ്റീരിയലും ജസ്റ്റ് ഒന്ന് സൈഡിലൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. ഞാൻ എല്ലാ വശവും ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സിപ്പറിനായിട്ട് കട്ട് ചെയ്ത പാർട്ട് ഉൾപ്പെടെ കോളറ്, ഷോൾഡർ, ആം ഹോള്, സൈഡ് വശങ്ങൾ അതുപോലെ അടിക്കുന്നുണ്ട്. താഴെ ഭാഗം മാത്രം ജോയിൻറ്റ് ചെയ്യുന്നില്ല. നമ്മളെല്ലാ ഭാഗവും ഇതുപോലെ സൈഡിലൂടെ ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി വീതിയിലല്ല, ചെറിയൊരു വീതിയിൽ. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്കിൽ ടക്കിനുള്ള മാർക്ക് ഇട്ട് കൊടുക്കാം. ഷോൾഡറിൽ നിന്ന് 11 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ആ 11ൽ നിന്ന് ഒരു 8 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നു. അതാണ് നമ്മുടെ ടക്കിൻ്റെ ആ ഒരു നീളം എന്ന് പറയുന്നത്. ഇനി ടക്കുകൾ തമ്മിലുള്ള വിഡ്ത്ത് നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 8 ഇഞ്ചാണ്. അപ്പം സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുവാണ്.
അപ്പം എന്താ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് അടിച്ചെടുക്കാം. അടുത്ത വശവും നമുക്ക് ഇതുപോലെ തന്നെ ടക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെറിയൊരു പരിപാടി കൂടിയുണ്ട്. അതായത് നമ്മൾ ഇപ്പം തൊട്ട് മുൻപ് ചെയ്തത് നമ്മൾ സാറ്റിനയിലും നെറ്റയിലുമായിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈനിങ് മെറ്റീരിയലിലാണ് നമ്മൾ ടക്ക് മാർക്ക് ചെയ്യാൻ പോകുന്നത്. സെയിം മെഷർമെൻറ്റ് തന്നെയാണ്. ഷോൾഡറിൽ നിന്ന് 11 ഇഞ്ചും 11ൽ നിന്ന് 8 ഇഞ്ച് താഴേക്കും സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് വീതം 2 സൈഡിലേക്കുമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ 8 ഇഞ്ച് വിട്ടാണ് നമ്മുടെ ടക്കുകൾക്ക് ഇടയിൽ വരുന്നത്. ഇനി നമുക്ക് ലൈനിങ്ങയിലും അതുപോലെ തന്നെ ടക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ സിപ്പർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. സിപ്പർ അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ സിപ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ റണ്ണറിനോ റണ്ണിങ് പാത്തിനോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ സിപ്പർ അറ്റാച്ച് ചെയ്യുമ്പം ട്രാക്കിനോട് ഏറ്റവും ചേർത്ത് വെച്ച് അടിക്കുക. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ സാറ്റിൻ ആൻഡ് നെറ്റ് മെറ്റീരിയലിൻ്റെ പുറത്താണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ കട്ടിങ്ങിൻ്റെ ആ അറ്റം വരെ നമ്മൾ കൊണ്ടുപോകരുത്. അതിന് കുറച്ച് മുൻപായിട്ട് ബാക്ക് ടാക്ക് ചെയ്ത് അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് നിർത്തണം. അതിനുശേഷം നമുക്ക് ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. സിപ്പേഴ്സ് അടിച്ച് നിർത്തുന്നത് 2 സൈഡിലും ഒരേ സ്ഥലങ്ങളിലായിരിക്കണം. സിപ്പേഴ്സ് വെക്കാൻ നേരം നമ്മളെപ്പോഴും സിംഗിൾ ഫൂട്ടേഴ്സ് യൂസ് ചെയ്യുക. അപ്പം നിങ്ങളുടെ കയ്യിൽ സിംഗിൾ ഫൂട്ടേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ആമസോണിൽ അത് അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പം റിപ്പബ്ലിക് സെയിൽസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒത്തിരി ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇല്ലാത്തവർ പോയി വാങ്ങുക. നമ്മൾ എപ്പോഴും ഇൻവിസിബിൾ സിപ്പർ വെക്കാൻ നേരം നമ്മൾ സിംഗിൾ ഫൂട്ടേഴ്സ് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടാതെ വരും. അപ്പം എപ്പോഴും സിംഗിൾ ഫൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അത് ലെഫ്റ്റും അവൈലബിൾ ആണ്, റൈറ്റും അവൈലബിൾ ആണ്. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് കയറി ചെക്ക് ചെയ്ത് നോക്കുക. നെറ്റിലും സാറ്റിനിലും അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിന് പുറമെയാണ് നമ്മൾ നമ്മുടെ ക്രേപ്പ് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് ക്രേപ്പ് ലൈനിങ്ങിൻ്റെയും നെറ്റിൻ്റെയും സാറ്റിൻ്റെയും ഇടയിലായിരിക്കും നമ്മുടെ സിപ്പേഴ്സ് വരുന്നത്. അങ്ങനെ നമ്മൾ സിപ്പേഴ്സ് ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിപ്പറിൻ്റെ താഴത്തെ പാർട്ട് ജോയിൻ്റ് ചെയ്ത് എടുക്കണം. അതായത് നമ്മളൊരു പർട്ടിക്കുലർ പാർട്ടിൽ വന്നിട്ട് നമ്മൾ നിർത്തിയിരിക്കുവാണ്. അപ്പം നമ്മുടെ സിബ് ഇതിൻ്റെ ഏറ്റവും ബോട്ടം പോർഷൻ ഓപ്പൺ ആയിട്ടിരിക്കുവാണ്. അപ്പം അതും കൂടി നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് എടുക്കണം. അപ്പം നിങ്ങൾക്ക് ഇൻവിസിബിൾ സിപ്പർ വെക്കുന്നതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ക്ലിയർ ആയിട്ട് നേരത്തെ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഐക്കാർട്ടിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾ പോയി കാണുക. അപ്പം ഇതിനകത്ത് ഇതൊരു ഗൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും തുണിയുള്ള ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാക്സിമം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ വീഡിയോയിൽ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ പോയി കാണുക. താഴത്തെ പോർഷൻ നമ്മൾ ഫിനിഷ് ചെയ്യുന്നതിനായിട്ട് ഈ ഒരു പോർഷനിൽ നിന്നാണ് സ്റ്റിച്ചിങ് ആരംഭിച്ച് താഴേക്ക് ജോയിൻറ്റ് വരുന്നത്. ഇനി നമുക്ക് ലൈനിങ്ങിലും അതുപോലെ തന്നെ ആ ഒരു പോർഷൻ അടിച്ച് എടുക്കാം. അങ്ങനെ നമ്മുടെ സിബിൻ്റെ പരിപാടികൾ നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇതാണ് സിബ് വെച്ച് കഴിഞ്ഞുള്ള നമ്മുടെ ലുക്ക്.
അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫ്രണ്ടിന് നമ്മൾ ഷോൾഡർ ടു യോക്ക് വരെ വരുന്ന പോർഷനിൽ നമ്മൾ ഒരു കട്ടിങ് കൊടുക്കുന്നുണ്ട്. പക്ഷേ യോക്ക് അല്പം ഇറക്കിയാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് 36 ചെസ്റ്റ് സൈസുള്ള ഒരു ഫ്രോക്കിന് നമുക്ക് ഷോൾഡർ 7.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പം ആം ഹോൾ വന്നിട്ട് നമ്മൾ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം 7ലേക്കാണ് ബെൻഡ് ചെയ്ത് ഇറക്കുന്നത്. ഇനി നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ നമ്മൾ 7ലാണ് അത് ബെൻഡ് ചെയ്ത് നിർത്തുന്നത്. അതുപോലെ തന്നെ ചെസ്റ്റ് സൈസ് 36 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 36നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം 9 ഇഞ്ച്, 1/2 ഇഞ്ച് ലൂസ്, 1 ഇഞ്ച് സീം അലവൻസും അതുപോലെ തന്നെ എക്സ്ട്രാ നമ്മൾ ഒരു 1 ഇഞ്ചും കൂടെ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് ചെയ്യുന്നത് പ്രിൻസസ് കട്ടായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1 ഇഞ്ച് ആം ഹോളിൻ്റെ പാർട്ടിൽ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. ഇനി താഴേക്ക് വരുമ്പം നമുക്ക് വരുന്ന മെഷർമെൻറ്റ് 8 ഇഞ്ചാണ് എക്സാക്റ്റ് വരുന്നത്. 1/2 ഇഞ്ച് ലൂസ്, 1 ഇഞ്ച് സീം അലവൻസും അതുകൂടാതെ നമ്മൾ ഒരു 3 അല്ലെങ്കിൽ ഒരു 2.5 ഇഞ്ച് അഡീഷണലായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം പ്രിൻസസ് കട്ടായതുകൊണ്ട് തന്നെ താഴേക്ക് വരുമ്പം നമുക്ക് ക്ലോത്ത് കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട്. പിന്നെ നമ്മളിപ്പം ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നതിനകത്ത് നമ്മുടെ സാറ്റിനും അതുപോലെ തന്നെ ക്രേപ്പ് ലൈനിങ്ങും മാത്രമേ ഉള്ളൂ. നെറ്റ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. കാരണം നെറ്റ് വന്നിട്ട് നല്ല രീതിയിൽ ചുരുക്കിട്ടിട്ടാണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെറ്റ് ഇതിനകത്ത് കട്ട് ചെയ്തിട്ടില്ല. അപ്പം നമ്മളിപ്പം മാർക്ക് ചെയ്ത മെഷർമെൻറ്റിലൂടെ കട്ട് ചെയ്യുമ്പം ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ പ്രിൻസസ് കട്ടിനുള്ള മാർക്കിങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ആദ്യം നമ്മൾ ആം ഹോൾ മെഷർമെൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ 10 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ പാതി നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്യുവാണ്. ഇനി നമുക്ക് ബസ് പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഷോൾഡറിൽ നിന്ന് 10.5 ഇഞ്ച് താഴേക്കും സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ചുമാണ് നമ്മൾ ബസ് പോയിൻറ്റിനായിട്ട് മാർക്ക് ചെയ്യുന്നത്. ബസ് പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആം ഹോളിൽ നിന്നുള്ള പോയിൻറ്റും ഈ ബസ് പോയിൻറ്റും കൂടെ ജസ്റ്റ് ഒന്ന് കണക്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ബസ് പോയിൻറ്റിൽ നിന്ന് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴേക്ക് വരച്ച് മാർക്ക് ചെയ്യുവാണ്. സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് താഴെ ഒരു 2 ഇഞ്ച് ആ ലൈനിൽ നിന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ബസ് പോയിൻറ്റിൽ നിന്ന് ഈ 2 ഇഞ്ച് നമ്മൾ മാറ്റി വരച്ച് ഈ 2 ഇഞ്ചിലേക്ക് നമുക്കൊന്ന് കേർവ് ചെയ്ത് ബസ്റ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്കതൊന്ന് കേർവ് ചെയ്ത് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഇൻ ബിറ്റ്വീൻ പാർട്ട് നമുക്ക് ആവശ്യമുള്ളതല്ല. അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാം. അപ്പം കട്ട് ചെയ്തിട്ടുള്ള പീസുകൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം ഇത് നമ്മൾ ജോയിൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബസ്റ്റിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് ആ ക്ലോത്ത് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ കട്ട് ചെയ്തെടുത്ത പീസുകളെല്ലാം ഒന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ 2 വശവും നമുക്ക് ജോയിൻറ്റ് ചെയ്യാം. ഇതുപോലെ നമ്മൾ ജോയിൻറ്റ് ചെയ്യാൻ നേരം മാക്സിമം ചുളിവുകളൊന്നും വീഴാതെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ 2 വശം ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് വരുന്നത്. ഇനി നമ്മൾ ഇതിനുള്ളിൽ പാഡുകൾ വെക്കുന്നുണ്ട്, അതായത് കപ്സ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ലൈനിങ്ങും ഇതേപോലെ പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു കട്ടിങ്ങിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോഴും ചുളിവുകളൊന്നും വീഴാതെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ഒരു വശം അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വശവും ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇതാ നമുക്കിതുപോലെ പ്രിൻസസ് അടിച്ച പീസ് ഒന്ന് ജസ്റ്റ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ലൈനിങ്ങിലാണ് ഞാൻ കപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ലൈനിങ്ങിൻ്റെ സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്തായിട്ടാണ്, അതായത് തയ്യൽ തുമ്പ് വരുന്ന ഭാഗത്തായിട്ടാണ് ഞാൻ കപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കപ്പ് വെക്കുമ്പം ഷോൾഡറിൽ നിന്ന് ഒരേപോലെയാണോ ഒരേ ലെങ്ത്തിലാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ പുറമെയാണ് നമ്മൾ നമ്മുടെ നല്ല ക്ലോത്ത് വെക്കുന്നത്.
ലൈനിങ്ങിൽ ഞാൻ ചെറിയ രീതിയിൽ നോട്ടിട്ട് കൊടുത്തിട്ടാണ് കപ്പുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒത്തിരി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് വലിഞ്ഞ് നിൽക്കും. അപ്പം ആ ഒരു ബെസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ഹെം ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇനി അടുത്തതായിട്ട് നമുക്ക് യോക്കിൽ അറ്റാച്ച് ചെയ്യാനുള്ള നെറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നെറ്റിന് ഞാൻ പ്ലീറ്റ്സ് ഇട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ചുരുക്കിയിട്ടെടുക്കുവാണ്. അത് ചുരുക്കിയിട്ടെടുത്തിട്ട് നമ്മളൊരു സൈഡ് വൈസ് ആണ് ക്ലോത്ത് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തായാലും ആദ്യം ഒന്ന് ചുരുക്കിയിട്ടെടുക്കാം. അതിനുശേഷം അതെങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പം നമ്മൾ നെറ്റിനെ ചുരുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ തിക്നെസ്സോടു കൂടി അടിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. അപ്പം ഞാനിത് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ നമ്മുടെ ഒരു ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ ചെരിച്ചാണ് നമ്മൾ അടുത്ത സൈഡിലേക്ക് വെക്കുന്നത്. അപ്പം നമ്മൾ നേരെയല്ല, നമ്മുടെ വൺ സൈഡ് ഷോൾഡറിൽ നിന്ന് ഒരു സൈഡിലേക്ക് ചെരിച്ച് ഞാനിത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മുടെ ഈ ഗൗണിന് ടോപ്പ് പോർഷനിൽ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് വരുന്നത്. ഓൾറെഡി ഇതിൻ്റെ മണ്ടയിലും വേറൊരു വർക്കുള്ള നെറ്റ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ചെരിച്ചടിച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അങ്ങ് എഡ്ജ് വരെ കൊണ്ട് മുട്ടിച്ചിട്ടില്ല, നമ്മൾ കുറച്ച് ഇപ്പുറത്തായിട്ട് മാറ്റിയാണ് നിർത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ കപ്പ് വെച്ചിരുന്ന ആ ലൈനിങ് പീസ് അടിച്ച് പുറത്തേക്ക് മറിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, മുകളിൽ കുറേ ഭാഗത്ത് നമുക്ക് ക്ലോത്ത് ഇല്ല, നമ്മളൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് വെക്കുന്നത്. അപ്പം വേറൊരു ക്ലോത്ത് ഓൾറെഡി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചെരിച്ചടിച്ച ഭാഗത്തൂടെ തന്നെയാണ് ഇപ്പം ലൈനിങ്ങിൻ്റെ അടുപ്പും കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടിച്ച് മറിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് വരുന്നത്. അപ്പം നമുക്ക് ഇനി ആ നെറ്റ് നമ്മളിതിൻ്റെ പുറത്തേക്ക് നീറ്റായിട്ട് അലൈൻ ചെയ്തിട്ട് താഴത്തെ പാർട്ട് കൂടി നമ്മളൊന്ന് നല്ല രീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ ഫോൾഡിംഗ് ഒക്കെ നിവർത്തിയതിന് ശേഷം ഞാൻ നമ്മുടെ നെറ്റിൻ്റെ ഏറ്റവും ടോപ്പ് ലെയറിൽ ഞാനൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുകൾ ഭാഗം വരുന്നത് അല്പം ഒരു ചെരിഞ്ഞിട്ടാണ്, അതായത് ലെഫ്റ്റ് ഷോൾഡറിൽ നിന്ന് താഴേക്ക് അല്പം ചെരിഞ്ഞാണ് വരുന്നത്. മേൽക്കാണി കൊടുത്തതിന് ശേഷം നമ്മൾ നെറ്റ് ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ബോട്ടം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ നമ്മുടെ ലൈനിങ്ങും സാറ്റിനും കൂടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് നമ്മുടെ നെറ്റിൻ്റെ ബോട്ടം പോർഷന് ചെറിയ രീതിയിൽ നല്ല തിക്നെസ്സോട് കൂടി തന്നെ ചുരുക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് സാറ്റിനിലേക്ക് വെച്ചൊന്ന് അടിച്ചെടുക്കാം. അപ്പം ചുരുക്കം മാക്സിമം ചേർന്ന് വരത്തക്ക രീതിയിൽ അടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
അങ്ങനെ നമ്മൾ ഒരു ലെയർ നെറ്റ് വെച്ച് കഴിഞ്ഞു. പക്ഷേ വെച്ച് കഴിഞ്ഞപ്പം എനിക്കത് അത്ര ഒരു ഫിനിഷിംഗ് ആയിട്ട് തോന്നിയില്ല. കാരണം ആ നെറ്റിൻ്റെ അടിയിൽ കൂടെ സാറ്റിൻ്റെ ചുളിവുകളും അതുപോലെ തന്നെ സ്റ്റിച്ചുകളും ഒക്കെ എടുത്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ലെയർ നെറ്റും കൂടി ഇതേപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് അതിൻ്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്യുവാണ്. അങ്ങനെ അഡീഷണലായിട്ട് ഒരു ലെയർ കൂടെ കൊടുത്തു കഴിഞ്ഞപ്പം ആ ഒരു ട്രാൻസ്പെറൻസി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്റ്റിച്ചുകളും ആ ചുളിവുകളും ഒന്നും അത്ര വിസിബിളായിട്ട് നമുക്ക് പുറത്ത് കാണാൻ പറ്റാത്ത പോലെ നല്ല രീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് അതൊന്ന് അറേഞ്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ ആ ഒരു ബസ്റ്റിൻ്റെ ഏരിയ മാത്രമാണ്, അതായത് നമ്മുടെ കപ്പിന് ചുറ്റുമുള്ള ഏരിയാസ് മാത്രമാണ്. അതിൻ്റെ ചുറ്റിലും നമുക്ക് വേറൊരു ക്ലോത്ത് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പാർട്ട് മാത്രം ഹൈലൈറ്റ് ചെയ്ത് നെറ്റ് നല്ല രീതിയിൽ തിക്നെസ്സിൽ കൊടുക്കുന്നത്. സെക്കൻഡ് ലെയർ വെച്ച് കഴിഞ്ഞപ്പം കുറച്ചുകൂടെ നീറ്റായിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം അടിച്ചെടുത്ത ആ നെറ്റിൻ്റെ മുകളിലേക്ക് നെറ്റിൽ എംബ്രോയ്ഡറി ഉള്ള ഒരു ക്ലോത്താണ് ഞാനിപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതാണ് നമുക്ക് നമ്മുടെ ആ ബസ്റ്റിന് ചുറ്റുമായിട്ട് വരുന്ന ക്ലോത്ത് എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ അഡീഷണലായിട്ട് ഇതിലേക്ക് നമ്മൾ ബീഡ്സും സ്റ്റോൺസും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ ബാക്ക് പീസിൻ്റെ, നമ്മൾ ഓൾറെഡി ബാക്ക് പീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു മെഷർമെൻറ്റിൽ ഞാനൊന്ന് വേസ്റ്റ് ലൈൻ വരെയുള്ള ലെങ്ത്തിന് അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഷോൾഡറിൽ നിന്ന് ഒരു 17 ഇഞ്ച് ഇറക്കത്തിനാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അത് നമ്മുടെ ഫ്രണ്ട് പീസിലേക്ക് പേൾ പിന്ന് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യാം. ഇനി നമ്മൾ ഒരു അൺഈവൻ ആയിട്ടുള്ള സ്റ്റിച്ചാണ് നമ്മൾ ഇതിന് ബെസ്റ്റ് റൗണ്ടായിട്ട് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അത് അതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പാട് കാണുമ്പോൾ ആകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള പാർട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് എങ്ങനെയാണ് കൊടുത്തതെന്ന് നിങ്ങൾക്കൊരു സംശയം വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ സാധാരണ മെഷീനിൽ തന്നെ ഞാൻ കയറ്റി ഇറക്കിയൊക്കെ ആയിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തത്. മറ്റ് പ്രഷർ ഫുട്ടുകളോ അല്ലെങ്കിൽ സാധനങ്ങളോ എക്യുപ്മെൻറ്റ്സോ ഒന്നും തന്നെ ഞാനിതിനു വേണ്ടി യൂസ് ചെയ്ത് എടുത്തിട്ടില്ല. ഇനി നമ്മുടെ ബോട്ടം പോർഷനിലെ ആ ഒരു ക്ലോത്ത് നമ്മളൊന്ന് ഒരു വേസ്റ്റ് ലൈനിൻ്റെ ലെങ്ത്തിന് നമ്മളൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കുവാണ്. വേസ്റ്റ് ലൈനിൽ നിന്ന് അഡീഷണൽ ജോയിൻ്റാണ് വരുന്നത്. അപ്പം അതിനുവേണ്ടി നെറ്റും സാറ്റിനും ക്രേപ്പ് ലൈനിങ്ങും നമ്മൾ അറേഞ്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 36 ചെസ്റ്റ് സൈസ് ഉള്ള ഒരാൾക്ക് വേസ്റ്റ് വരുന്നത്, സൈസ് ചാർട്ട് അനുസരിച്ചുള്ള വേസ്റ്റ് വരുന്നത് 32 ആയിരിക്കും. അപ്പം 8 ഇഞ്ചാണ് 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം 8 ഇഞ്ച് പ്ലസ് ഹാഫ് ഇഞ്ച് ലൂസ് 1 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടി നമ്മൾ 9.5 വേസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി താഴേക്ക് നമ്മൾ വേറെ മാർക്കിങ്സ് ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ എ ലൈനായിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. എൻ്റെ കയ്യിൽ വേറെ വലിയ ടേബിളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് ഫ്ലോറിൽ ഫോൾഡ് ചെയ്തിട്ടിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പീസിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഇറക്കം മാർക്ക് ചെയ്യാൻ നേരം നമ്മുടെ വേസ്റ്റ് ലൈൻ വരെയുള്ള ആ ഒരു ലെങ്ത്ത് വിട്ടതിന് ശേഷമാണ് ഞാൻ താഴേക്ക് മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഗൗൺ തയ്ച്ചത് എക്സാക്റ്റ് മെഷർമെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല. കാരണം 36 ചെസ്റ്റ് സൈസ് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തോരം ഇറക്കമെന്നോ അല്ലെങ്കിൽ എത്രത്തോളം ആവശ്യമാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മെഷർമെൻറ്റ് ഞാൻ ഊഹത്തിനാണ് ഇടുന്നത്. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തതിൽ നിന്ന് നെറ്റും അതുപോലെ തന്നെ സാറ്റിനും ഞാൻ ഇവിടേക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. കുട്ടികളുടെ ഫ്രോക്കിന് ചെയ്തതുപോലെ തന്നെ വേസ്റ്റ് ലൈനിലെ സ്റ്റിച്ച് മാത്രം നമ്മൾ തയ്യൽ തുമ്പ് പുറത്ത് വരാത്ത രീതിയിൽ ഉള്ളിലാക്കിയാണ് ചെയ്യുന്നത്.
അങ്ങനെ നമ്മൾ നെറ്റും സാറ്റിനും ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തു നിന്ന് ക്രീപ്പ് ലൈനിങ്ങും കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കാം. അപ്പം നമുക്ക് ക്രീപ്പ് ലൈനിങ്ങും ഇതുപോലെ ഉള്ളിൽ നിന്ന് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ആ വേസ്റ്റ് ലൈനിലുള്ള ഒരു സ്റ്റിച്ച് പുറത്തു നിന്നും അകത്തു നിന്നും വിസിബിൾ ആയിരിക്കില്ല. അങ്ങനെ നമ്മൾ ലൈനിങ്ങും അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പുറത്തു നിന്ന് നോക്കിയാലും അകത്തു നിന്ന് നോക്കിയാലും നമ്മുടെ ആ ഒരു വേസ്റ്റ് ലൈനിലെ ജോയിൻറ്റ് നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ നമ്മൾ ബോട്ടം പോർഷനെ നമ്മളിതിലേക്ക് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ നല്ല ക്ലോത്ത്, അതായത് നമ്മുടെ ആ നെറ്റയിൽ വർക്കുള്ള ആ ക്ലോത്ത് കൂടി ഈ വേസ്റ്റ് ലൈൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ താഴെ വരെ നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് ഇതുപോലെ തന്നെ അൺഇവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അൺഈവനായിട്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നേരെയുള്ള സ്ട്രെയിറ്റ് സ്റ്റിച്ചല്ല, വളഞ്ഞ് പൊളഞ്ഞ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു വളമൊക്കെ ഞാൻ നമ്മുടെ ക്ലോത്തിൻ്റെ ആ വർക്കിനനുസരിച്ച് അതിൻ്റെ ആ ഡിസൈനോട് ചേർത്തുമൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങൾ അറ്റാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലോത്ത് എന്താണോ അതിനനുസരിച്ച് ഒരു ഷേപ്പിൽ നിങ്ങൾ അതൊന്ന് വളഞ്ഞ് പൊളഞ്ഞ രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമുക്കെടുക്കാം. ഇങ്ങനെയൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ ക്ലോത്തിന് ചുളിവുകളൊന്നും വരാതെ നീറ്റായിട്ട് അത് അടിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഇങ്ങനെ അടിക്കാൻ നേരം നമ്മുടെ എക്സാക്റ്റ് പ്ലേസിൽ കൂടെ ഒക്കെ മാത്രം അടിക്കുക. അഡീഷണലായിട്ട് 3-4 അടുപ്പ് അവിടെ ഇവിടെയൊക്കെ വരത്തക്ക രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ചില ഏരിയകളൊക്കെ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നതായിട്ട്, അതായത് ഒരു നീറ്റ്നെസ് ഒക്കെ ഇല്ലാണ്ട് ഉന്തി നിൽക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നീറ്റായിട്ട് അടിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒറ്റ സ്റ്റിച്ചിൽ തന്നെ ഇങ്ങനെയുള്ള സ്റ്റിച്ചുകളെ കംപ്ലീറ്റ് ചെയ്തെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ താഴത്തെ വളഞ്ഞ് പൊളഞ്ഞ സ്റ്റിച്ചുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സസ് താഴോട്ട് കിടക്കുന്നത് വളരെ ശ്രദ്ധയോടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബോട്ടം പോർഷൻസിൽ വേറെ മെറ്റീരിയൽസ് ഒന്നും തന്നെ കട്ടായി പോകരുത്. അപ്പം നല്ല ശ്രദ്ധയോടുകൂടി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പം നമ്മുടെ സ്റ്റിച്ച് എങ്ങനെയാണ് പോകുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. മാക്സിമം ചുളിവുകളൊക്കെ വീഴാതെ തന്നെ നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ ഒരു നെറ്റിൻ്റെ പുറത്ത്, അതായത് ഇപ്പോൾ ഈ വർക്കുള്ള ഈ നെറ്റിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് സ്റ്റോൺസൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സെയിം കളർ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതും കൂടെ ചെയ്യുന്നത് അഡീഷണലായിട്ട്.
ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് ഇതുപോലെ തന്നെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഫ്രണ്ടിൽ നമുക്ക് ട്രാൻസ്പെറൻറ്റ് നെക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അഡീഷണൽ ക്ലോത്ത് വെച്ച് ഫിനിഷ് ചെയ്യുന്നില്ല. ആ ഒരു റോ ആയിട്ടുള്ള ആ ക്ലോത്തിൻ്റെ ആ എഡ്ജസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിബിൻ്റെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നിൽക്കുന്ന നമ്മുടെ ഹൈനെക്ക് പോലെ നിൽക്കുന്ന ആ ഒരു പോർഷൻ നമ്മളൊന്ന് അടിച്ച് ഫിനിഷ് ചെയ്ത് എടുക്കുവാണ്. അങ്ങനെ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യേണ്ടത്. ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ നേരം നമ്മുടെ കുട്ടികളുടെ ഫ്രോക്കിന് വെക്കുന്നത് പോലെ തന്നെ തയ്യൽ തുമ്പ് പുറമേ കാണാത്ത രീതിയിൽ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ. കാരണം നമ്മുടെ ഫ്രണ്ടിലത്തെ പാർട്ടിൽ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ തയ്യൽ തുമ്പ് വന്നു കഴിഞ്ഞാൽ അതൊരു കാണാവുന്ന രീതിയിൽ വന്നാൽ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ തന്നെ, അതായത് നല്ല ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് വെച്ചതിന് ശേഷം നമ്മുടെ ബാക്കിൽ മാത്രമേ ലൈനിങ് ഉള്ളൂ. അപ്പം ബാക്കിലെ ലൈനിങ് ഫ്രണ്ടിലേക്ക് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്താണ് ഫിനിഷ് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്കിന് നമ്മൾ അഡീഷണലായിട്ട് ഫിനിഷിംഗ് ഒന്നും കൊടുക്കുന്നില്ല. കാരണം അതിന് നമ്മൾ ആ ഒരു റോ ആയിട്ട് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എക്സ്ട്രാ ക്ലോത്ത് കൊടുത്ത് നെക്ക് പോലെ ഫിനിഷ് ചെയ്ത് എടുക്കുന്നില്ല. ഇനി നമുക്ക് മറ്റേ ഷോൾഡറും അതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഈ ഒരു ഗൗൺ ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുത്തിട്ട് തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഗൗൺ ചെയ്യുന്നത്. ഇപ്പം സാധാരണ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ അല്ല ഇതിൽ വന്നത്. അപ്പം എനിക്കും നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആലോചിച്ചാണ് ഓരോ സ്റ്റെപ്പും ചെയ്തത്. ഇനി നമ്മളിതിൽ വിട്ടുപോയൊരു പാർട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഗൗണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ, അതായത് നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് നെറ്റ് ഇച്ചിരി നമ്മൾ എക്സ്ട്രാ കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ വൺ സൈഡ് ഷോൾഡറിൽ നിന്നൊരു ദുപ്പട്ട പോലെ പുറത്തേക്ക് താഴേക്ക് കിടക്കുന്ന രീതിയിൽ ഒരു എക്സ്റ്റൻഷൻ വരുന്നുണ്ടെന്ന്. അപ്പം അത് നമ്മൾ ഈ ഷോൾഡർ സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിൽ വേണമായിരുന്നു കൊടുക്കാൻ. അപ്പം ഞാനതൊന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ്. ഇതൊക്കെ നമ്മുടെ ഒരു ആവശ്യാനുസരണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ലെങ്ത് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. വിഡ്ത്ത് നമുക്ക് ആ ഒരു ദുപ്പട്ട കിടക്കുന്നത് പോലെ ചുരുങ്ങി കിടക്കാനായതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ഒത്തിരി വിഡ്ത്തിന് എടുത്തിട്ടില്ല. അതിനുശേഷം മാക്സിമം ചുരുക്കിയിട്ട് അതൊന്ന് ഒതുക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഏത് സൈഡിലാണോ നമുക്ക് വേണ്ടത്, എക്സ്റ്റൻഷനായിട്ട് വേണ്ടത്, ആ സൈഡിലെ ഷോൾഡറിൽ ഇതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇത് ഞാൻ മുൻപ് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ എന്താ രണ്ട് ഷോൾഡർ ഞാൻ ഓൾറെഡി ജോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പുറത്തേക്കാണ് ദുപ്പട്ട പോലെ കിടക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് അഴിച്ച് അവിടേക്കൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. തയ്ക്കുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു പരിപാടിയാണ് നമ്മൾ തയ്ച്ച സാധനം പിന്നെയും അഴിച്ചിട്ട് അതിനെ റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യുക എന്നുള്ളത്. എനിക്കും അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ കസ്റ്റമർ പറഞ്ഞ ആ ഒരു ഔട്ട്കം നമ്മൾ എക്സാക്റ്റ് അങ്ങനെ തന്നെ കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് ചെയ്യുന്നത് കൊണ്ട് ഞാനത് അതേപോലെ തന്നെ ചെയ്തെടുക്കാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ക്ലോത്തിന് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട്. കാരണം നമ്മളോട് പറഞ്ഞൊരു ബഡ്ജറ്റിനനുസരിച്ചുള്ള മെറ്റീരിയലും ക്ലോത്തും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ളത് സ്ലീവാണ്. അപ്പം സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ നമ്മുടെ ബാക്കിലെ ലൈനിങ്ങും സാരിനും കൂടെ ജസ്റ്റ് ഒന്ന് സൈഡ് തുമ്പൊന്ന് ആം ഹോളിൻ്റെ അടിച്ചെടുക്കുന്നുണ്ട്. കാരണം സ്ലീവ് വെക്കുമ്പം ആ ഒരു ലൈനിങ് തെന്നി മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒരു റഫ് സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് താഴെ വരെ വേണമെങ്കിലും കൊടുക്കാം. ഇതേപോലെ ഞാൻ രണ്ട് സൈഡിലെയും ആം ഹോളിൻ്റെ ബാക്ക് വശത്തെ ആം ഹോളിന് മാത്രം ഇതുപോലെ ഒന്ന് റഫ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇതിന് വരുന്നത് കുഞ്ഞ് സ്ലീവ്സാണ്. ഈ സ്ലീവ്സിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ബീഡ്സ് ഹാങ്ങിങ് ആയിട്ട് വരുന്ന ലേസും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ചെറിയൊരു സ്ലീവാണ് നമ്മൾ കൊടുക്കുന്നത്. സ്ലീവിന് വിഡ്ത്ത് വന്നിട്ട് 5 ഇഞ്ചാണ് വരുന്നത്. അങ്ങനെ നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ എൻഡ് ഒന്ന് മടക്കി അടിക്കാം. വീഡിയോ ഒത്തിരി ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ചില വീഡിയോകളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് ഫോൾഡ് ചെയ്ത് അടിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്ലീവ്സിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ടോപ്പിലേക്ക് നമ്മുടെ ഈ സ്ലീവ്സിനെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം.
ഇപ്പം സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ദാ ഇതുപോലെയാണ് വരുന്നത്. അപ്പം നമുക്ക് അടുത്ത വശവും ഇതേപോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ്സിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ആ ലേസിൻ്റെ ഒരു ലെങ്ത്ത് കട്ട് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ നമുക്ക് 2 സ്ലീവിലും ഇതുപോലെ തന്നെ ആ സ്ലീവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കൈയുടെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബീഡ്സ് ഹാങ്ങിങ് വരുന്ന ലേസ്. ഇതുപോലുള്ള പല കളേഴ്സിലെ ലേസ് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ഞാനതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പം റിപ്പബ്ലിക് സെയിലൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ കയറി ചെക്ക് ചെയ്ത് പ്രോഡക്റ്റ് വാങ്ങിക്കുക. നമ്മളിപ്പോൾ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ലേസൊക്കെ നമ്മൾ ഷോപ്പിൽ പോയി 1 മീറ്റേഴ്സൊക്കെ അല്ലെങ്കിൽ 1.5 മീറ്ററൊക്കെ ആയിട്ട് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള റേറ്റ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഹോൾസെയിലായിട്ട് വാങ്ങിക്കണം, അല്ലെങ്കിൽ പിന്നെ ഒരു ഫുൾ റോളായിട്ടൊക്കെ എടുക്കണം. പക്ഷേ ഫുൾ റോളായിട്ട് എടുക്കുമ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഓൺലൈൻ പർച്ചേസാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് പോയി വാങ്ങിക്കുന്നതിലും കുറച്ചുകൂടെ വിലക്കുറവ് ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴാണ്. അപ്പം ഞാൻ ആ ലേസ് ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്യുകയാണ്. ഇപ്പം ലേസിൻ്റെ ഒരു സൈഡ് ഫുള്ള് ബീഡ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ സിംഗിൾ ഫോട്ടർ യൂസ് ചെയ്തിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം ശ്രദ്ധിച്ചൊക്കെ ചെയ്യുക, കാരണം അതിങ്ങനെ തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ മെയിൻ പരിപാടികളെല്ലാം അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഗൗണിൻ്റെ സൈഡ് വശം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്ക് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ സൈഡ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും താഴെ വരെ കൊണ്ട് ജോയിൻറ്റ് ചെയ്യേണ്ട, താഴെ നിന്നൊരു 10 ഇഞ്ചോളം മുകളിലായിട്ട് കൊണ്ട് നിർത്തി ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. സ്റ്റിച്ച് ചെയ്ത് ഇറക്കി പോവല്ല, ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ വേണം സ്റ്റിച്ച് ചെയ്ത് നിർത്താൻ വേണ്ടി. അതായത് നമ്മൾ ചുരിദാർ അല്ലെങ്കിൽ സ്ലിറ്റഡ് ടോപ്പിനൊക്കെ സ്ലിറ്റ് അടിക്കുന്ന പോർഷനിൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നത് പോലെ ഒരു 10 ഇഞ്ച് മുകളിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. ഇതുപോലെ തന്നെ നമുക്ക് 2 വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ ലൈനിങ്ങുകൾ തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആദ്യം. അപ്പോൾ നമ്മുടെ നെറ്റും സാറ്റിനും ഉള്ളിലേക്ക് തള്ളി വിട്ടതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ലൈനിങ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാം, അതുപോലെ തന്നെ നെറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എല്ലാ ലെയറിൻ്റെയും ബോട്ടം പോർഷൻ മാത്രം ഒരു 10 ഇഞ്ച് മുകളിലായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം വേണോ, ഞാനിപ്പോൾ അത്രയൊന്നും വിട്ടിട്ടില്ല, നിങ്ങൾക്ക് എത്രത്തോളം അടിക്കാൻ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം വിട്ടിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ ഓരോ ലെയറിൻ്റെയും ബോട്ടമായിട്ട് സെപ്പറേറ്റ് അടിവശം മാത്രമായിട്ട് അടിച്ച് എടുക്കുന്നത്. പിന്നെ നമ്മൾ അടിക്കാൻ നേരം എപ്പോഴും ഇങ്ങനെ ഓരോ ലെയറും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അടിവശം ഫിനിഷ് ചെയ്തെടുക്കുക. എല്ലാ ലെയറും കൂടെ ഒരുമിച്ച് ബോട്ടം പോർഷനെ ഒറ്റയടിക്ക് മടക്കി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലയിടത്തായിട്ട് തുടിഞ്ഞ് കിടക്കും. അപ്പോൾ അതൊരു വൃത്തികേടാണ്. അപ്പം നമ്മൾ ഓരോ ലെയറും സെപ്പറേറ്റ് ആയിട്ടാണ് ഇതുപോലെ അടിച്ച് എടുക്കുന്നത്. നമ്മളിപ്പം ഇതിങ്ങനെ താഴെ ഇതുപോലെ ചെയ്യാനുള്ള കാര്യം, നമ്മുടെ ഈ ഗൗണിൻ്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഫുള്ള് ഒറ്റ പീസിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു ഫ്രോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളൊരു കുട്ടികളുടെ ഉടുപ്പ് ചെയ്യുന്നത് പോലെ വേസ്റ്റ് ലൈൻ കട്ട് ബാക്കിൽ വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഓരോ ലെയർ വെച്ച് വേസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേണിലെ ബോട്ടം പോർഷനിൽ മാത്രമായിട്ട് ഇതുപോലെ അടിച്ച് എടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ ലെയേഴ്സിൻ്റെയും അടിവശം ഫോൾഡ് ചെയ്ത് മടക്കി അടിക്കാം.
അപ്പം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ ഒരു ക്ലോത്തും സെയിം കളർ ആയതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ ഇതിലേക്ക് കുറേ ബീഡ്സും സ്റ്റോൺസും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പം നമ്മൾ സ്റ്റോൺസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സിൽവർ സ്റ്റോൺസും അതുപോലെ തന്നെ റെയിൻബോ സ്റ്റോൺസും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം പല ഷെയ്ഡ്സിലാണ് ആ റെയിൻബോ സ്റ്റോൺസിൻ്റെ കളേഴ്സ് വരുന്നത്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ. ഫോട്ടോയിൽ അത്ര വിസിബിൾ അല്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. കസ്റ്റമറും നല്ലൊരു റിവ്യൂ പറഞ്ഞിരുന്നു. അവർക്കും ഒത്തിരി എൻക്വയറീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ്. അപ്പോൾ പുതിയ അപ്ഡേഷൻസിനായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും ടാറ്റ ബൈ ബൈ.